നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന കഥ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും എം ടിയും കൂടി സിനിമ ചെയ്യുമ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ വലിയ സിനിമ ചെറിയ സിനിമ ഒന്നുമില്ല. ഇപ്പോൾ വടക്കും വീരാതെ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് പരിണയാണ്. അപ്പോൾ അതൊരു വലുത് ചെയ്ത ചെറിയ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് പിന്നെ മുമ്പ് എം ടി എഴുതിയൊരു തിരക്കഥയാണ്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ അത് സുകുമാരനൊക്കെ അഭിനയിച്ചിട്ട് ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇന്നലെ എം ടി തന്നെയാണ് അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. അപ്പോൾ അത് പുറത്ത് വന്നിട്ടില്ല. എം ടിക്ക് വളരെ പ്രിയപ്പെട്ടൊരു തിരക്കഥയായിരുന്നു അത്. ഇവിടെ ഒരു ശത്രു വളരെ പ്രിയപ്പെട്ടതായിരുന്നു എം ടിക്ക് മാത്രമല്ല, അതിൻ്റെ നിർമ്മാതാവ് ജയനേന്ദ്ര, സുകുമാരൻ, ഇവർക്കൊക്കെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു അത്. അത് ചില സാങ്കേതിക കാരണം കൊണ്ട് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് നമ്മളിപ്പം ഇവിടെ പ്രസ്താവിക്കേണ്ട, എന്തുകൊണ്ടോ അത് വെളിച്ചം കണ്ടില്ല. അപ്പോൾ പലപ്പോഴും എം ടി പറയായിരുന്നു, ആ സിനിമ വന്നില്ലല്ലോ, എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് സ്ക്രീൻ പ്ലേ ആണ്, അത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈയിടെ ഈ പുലി, കാടുകൾ നഷ്ടപ്പെടുന്നു, പുലി പുറത്തേക്ക് ഇറങ്ങുന്നു, പുലി ജനങ്ങളെ, മനുഷ്യരെ വേട്ടയാടുന്നു, മനുഷ്യർ പുലിയെ വേട്ടയാടുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പത്രത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എം ടി പറഞ്ഞു, വാസ്തവത്തിൽ ആ കഥ ഇപ്പോഴാണ് എടുക്കേണ്ടത്, അപ്പോഴല്ല. നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഇതാണല്ലോ ഇത്, നമ്മളത് പൊയറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോഴാണ് ആ സിനിമയ്ക്ക് പ്രാധാന്യമുള്ളത്, ഒന്ന് ട്രൈ ചെയ്തൂടെ. അപ്പോൾ ആ കഥയെ സംബന്ധിച്ചോളം ഏത് കാലത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സംഭവിക്കാവുന്നൊരു കഥയാണ്, ഏത് കാലത്തും. അപ്പം മനുഷ്യർ, കാട്, മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തൂടെ, എടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ കഴിഞ്ഞ് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ സുകുമാരൻ ജീവിച്ചിരിക്കുമ്പോൾ പറയായിരുന്നു, സാർ ആ പടം വന്നില്ലല്ലോ. കാരണം സുകുമാരൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസാണ്. സുകുമാരൻ്റെ മാത്രമല്ല, വേണുനാഗവള്ളിയുടെ ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ളൊരു ഡ്രീമാണിത്. അതിൻ്റെ നിർമ്മാതാവ് മരിച്ചുപോയി, അയാളുടെ അനിയനും സഹോദരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എം ടി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്നുകൂടി ട്രൈ ചെയ്തുകൂടാ. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവിൻ്റെ സഹോദരന്മാരൊക്കെ ഉണ്ട്, അവരെ പോയി കണ്ടു. നമുക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്. അയ്യോ സാർ, ഞങ്ങൾക്കൊരു ഒരു സ്വപ്നമാണ് അതൊരു സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ, സാർ എങ്ങനെ വേണേൽ എന്ത് വേണേൽ ചെയ്തോളൂ, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അങ്ങനെയാണിത് തുടങ്ങാനുണ്ടായ കാര്യം. ഇപ്പോൾ ഞാനൊരു സിനിമ, ഇപ്പം ഞാനെന്ന് പറയണ്ട, ഞാനും എം ടിയും കൂടി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ചെയ്യാറ്. ഒരു സിനിമ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം അതിൽ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടോ അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഇതോ നോക്കിയിട്ടില്ല. ആ കഥാപാത്രങ്ങൾക്ക് അതിൻ്റെ പ്രായം, ഫിസിക്കൽ അപ്പിയറൻസ്, ഇതൊക്കെ വെച്ചിട്ട് ആരാണ് സൂട്ടബിളാവുക, ഇത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മുമ്പും അതെ. ഇപ്പോൾ പല പടങ്ങളെടുത്ത് നോക്കും, ഇപ്പോൾ ആരണ്യക എടുത്തു, അല്ലെങ്കിൽ എന്ത് സ്വന്തം ജാനകിക്കുട്ടി. അപ്പോൾ അതാണ് ചെയ്യുക, അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സുകുമാരൻ ചെയ്ത റോള്, അപ്പം ഇന്ദ്രജിത്തിൻ്റെ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ആരാണിത് ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇന്ദ്രജിത്തിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സത്യത്തിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇത് ചെയ്യാൻ അർഹൻ ഇന്ദ്രജിത്താണ്. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ അധികം പടങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, അത് ഒന്നാന്തരം നടനാണ് അയാളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം പ്രായം, പിന്നെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എം ടിയോട് പറഞ്ഞപ്പോൾ എം ടി പറഞ്ഞു, അതേ സംശന്ത എന്നിട്ട് ചെയ്യട്ടെ. അങ്ങനെയാണ് ഇന്ദ്രജിത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ദ്രജിത്ത് പിന്നീട് ഞാൻ പല പടങ്ങളും കണ്ടു നോക്കിയപ്പോൾ ഈസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം സത്യത്തിൽ വളരെ നല്ല നടനാണെന്ന് എനിക്ക് പല പടങ്ങളും പിന്നീട് കണ്ടപ്പോൾ തോന്നി. പിന്നെ സംശയിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇന്ദ്രജിത്തിനോട് അത് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ത്രില്ലായി. ഇന്ദ്രജിത്തിന് അയാൾ ജീവിതത്തിൽ അച്ഛൻ ചെയ്ത ഒരു കഥാപാത്രത്തെ മകൻ ചെയ്യുന്നു, അതും വർഷങ്ങൾക്ക് ശേഷം അതേ സംവിധായകൻ. വാസ്തവത്തിൽ ഭയങ്കര സെൻറ്റിമെൻ്റലായി, സാർ ഞാനത് ചെയ്യാം. അപ്പോൾ ഇന്ദ്രജിത്ത് അഭിനയിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ സുകുമാരനായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. എൻ്റെ പല പടങ്ങളും അഭിനയിച്ചിട്ടുണ്ട്, വളരെ ഫ്രണ്ട്ലിയാണ് സുകുമാരനായിട്ട്. അപ്പോൾ സുകുമാരൻ മരിക്കുന്നതിന് മുമ്പ് വരെ സാർ അത് വന്നില്ലല്ലോ പടം, എൻ്റെ ഒരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം മകനെക്കൊണ്ട് സാധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സംവിധായകനോ ഇങ്ങനെയുള്ളൊരു അപൂർവമായ ഒരു സന്ദർഭം കിട്ടിയിരിക്കില്ല. വളരെ മെച്യൂറായിട്ടുള്ളൊരു നടൻ. വിനീത് എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷാൽ കലാകാരനാണ്. കാരണം ആൾക്ക് സംഗീതം അറിയാം, നൃത്തം അറിയാം, അഭിനയം അറിയാം. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു
നടനാണ് അയാൾ. ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് എന്നോട് ചോദിച്ചാൽ വളരെ ഒരു, കാരണം ഒന്നാമത് സ്ക്രിപ്റ്റിൽ അതിന് സ്കോപ്പുണ്ട്. അപ്പം അതുണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഒരു നടൻ അവനവൻ്റെ ഇത് കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ഇതിനകത്ത് പിന്നെ ഭാവനയുണ്ട്. ഭാവനയെ ഞാൻ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരു നോട്ടി ഗേളായിട്ടൊക്കെയാണ് പല പടങ്ങളിലും കണ്ടത്. സീരിയസ് ആയ റോൾ അഭിനയിച്ചിട്ടുണ്ടാകാം, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു നടി അവൾ. സത്യത്തിൽ ഈ റോള് എംടിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, മിതമായ സംഭാഷണമാണ്. ബാക്കിയൊക്കെ സട്ടിലായിട്ട് ചെയ്യേണ്ടതാണ് പെർഫോമൻസ്. വിളിച്ചു പറയുന്ന സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഗ്ലിസറിനിട്ട് പൊട്ടിക്കറിയുന്ന രംഗങ്ങളോ ഒന്നുമില്ല. വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ. എന്നെ വാസ്തവത്തിൽ അവൾ അത്ഭുതപ്പെടുത്തി. അവൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ രംഗങ്ങളും അളന്ന് മുറിച്ച് മെഷർ ചെയ്തിട്ട് സ്റ്റഡി ചെയ്തിരു. ആ കുട്ടിക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നു, അവൾ വളരെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്തു. അതുപോലെ കവിത എന്ന് പറഞ്ഞൊരു കുട്ടി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അവൾ പഴശ്ശിരാജയിലും ഒക്കെ നമ്മളെ സ്കൂളിൽ വന്നിട്ടുള്ളതാണ്, മയൂഖത്തിലും. വളരെ സൈലൻ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാമുക്കോയ വളരെ സീരിയസ് റോളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതിൽ എല്ലാ കഥാപാത്രങ്ങളെയും നടീനടന്മാർ, പിന്നെ ഇതിൽ സുരേഷ് കൃഷ്ണനുണ്ട്, ക്യാപ്റ്റൻ രാജുണ്ട്. വലിയ റോളില്ല, പക്ഷേ അവരെൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടേഴ്സ് ആയതുകൊണ്ട് പിടിച്ച് 1-2 രംഗങ്ങളിൽ ഇട്ടതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരാണ് ഏറ്റവും നന്നായി അഭിനയിച്ചതെന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം, ഓരോ ക്യാരക്ടർ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ആരാന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അത് കണ്ടിട്ട് പ്രേക്ഷകരെന്നെ തീരുമാനിക്കണം. അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനാണ് പെർഫോമൻസിൽ. ഈ സിനിമേൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ ഇവരുടെ അഭിനയമാണ് പ്രധാന ഘടകം. ഇപ്പോൾ MT നല്ല സ്ക്രിപ്റ്റ് നമുക്കറിയാം, ഞാനും നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നടീനടന്മാർ ഇത്രത്തോളം ടാലൻ്റ് ഉണ്ടോ എന്ന് ചിന്തിച്ച് പോകാവുന്ന ഒരു ഫിലിമായിരിക്കും ഏഴാമത്തെ ആരവ്. ഇപ്പോൾ MTൻ്റെ തിരക്കഥയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ പ്രൂവ്ഡാണ്. പക്ഷേ ഇന്നലെയത്തെ ഇത്ര പിന്നെ സ്റ്റാമിനയുള്ള ഇത്ര സ്റ്റഫുള്ളൊരു ആക്ടറാണോ, അല്ലെങ്കിൽ വിനീത്, അല്ലെങ്കിൽ ഭാവന, അല്ലെങ്കിൽ കവി, ഇത് തോന്നിപ്പോവും. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാന നേട്ടമായിട്ട് ഞാൻ കാണുന്നത്.